മക്കളെ, അപ്പം നമ്മുടെ കുട്ടികൾ പലരും എപ്പോഴും പറയുന്നൊരു പ്രശ്നമാണ് മിസ് ഫോക്കസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കോൺസെൻട്രേഷനോട് കൂടി പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫോക്കസ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ അല്ലേ. പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുകയില്ലായിരുന്നു, നമ്മൾ ഫോണിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുമായിരുന്നു. ഏതോ ഒരു മൊമെന്റിൽ നമ്മൾ ഫോൺ എടുത്തു, നമ്മൾ ഇൻസ്റ്റഗ്രാം കാണാൻ തുടങ്ങി, പിന്നെ നമ്മൾ പഠിക്കുകയാണെന്നുള്ളൊരു ബോധം തന്നെ വിട്ട് നമ്മൾ ഇങ്ങനെ റീൽസ് കണ്ട് ഒരു 1 hour 2 hour ഒക്കെ കഴിയുമ്പോഴായിരിക്കും അയ്യോ ഞാൻ പഠിക്കാനിരുന്നതാണല്ലോ എന്ന് ചിന്തിച്ചത്. അങ്ങനെ സമയമൊക്കെ പോയി, പിന്നെ ആകെ ഒരു കുറ്റബോധം, ഞാൻ പഠിക്കാൻ വിചാരിച്ചിട്ട് ഞാനത് ചെയ്തില്ലല്ലോ. അങ്ങനെ ആ ഒരു ദിവസം അവസാനിപ്പിക്കുന്ന കുറേ പേരുണ്ടാവും. മിസ് ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഫോക്കസ് ഇല്ല അല്ലെങ്കിൽ ഫോക്കസ് കിട്ടുന്നില്ല എന്ന് പറയുന്ന മക്കളോട് മിസ്സിൻ്റെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഫോക്കസ് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇല്ല എന്ന് തോന്നുകയല്ലേ ചെയ്യുന്നത്? അതൊരു സിമ്പിൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, നിങ്ങൾ ഇഷ്ടമുള്ളൊരു മൂവി കാണുന്നതാവാം, ചിലപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാവാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുമ്പോഴായിരിക്കാം. അപ്പോൾ നമ്മളോട് വേറെ ആരെങ്കിലും, നമ്മുടെ തൊട്ടടുത്തിരുന്ന ഒരാൾ സംസാരിച്ചാൽ പോലും നമ്മളത് അറിയാറില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ വിളിക്കുമ്പോഴായിരിക്കും ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും ഓ നീ എന്തായിരുന്നു പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞേ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പം അത്രയധികം ഫോക്കസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ. അപ്പം നമുക്ക് ഫോക്കസ് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല, നമ്മൾക്ക് പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അതല്ലേ കുറച്ചുകൂടി കറക്റ്റ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാൻ പറ്റുന്നു, പക്ഷെ പഠനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒത്തിരി സമയം കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ചെയ്ത് അതിലൊരു ഇഷ്ടം നമുക്ക് കൂടും. എങ്ങനെ ഇഷ്ടം കൂടുന്നേ? നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമീൻ്റെ റിലീസ് ഉണ്ടാവും. ഈ ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്ത് ഇഷ്ടമാകുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ ഈ ഡോപ്പമീൻ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഡോപ്പമീൻ ഉണ്ടാവില്ല, തീർന്നു പോകും, പിന്നെ കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് കാര്യമാണോ കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് അവിടെയായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. അതായത് നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല, കൊടുത്തു കഴിഞ്ഞാലല്ലേ അതിനുവേണ്ടി നമുക്ക് ഇഷ്ടം വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഫോക്കസ് കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 തരത്തിലുള്ള ഫോക്കസ് ഉണ്ട്. ഒന്നാണ് സ്കാറ്റേർഡ് ഫോക്കസ്, മറ്റേതാണ് ഡയറക്റ്റഡ് ഫോക്കസ്. ഇതിൽ ഡയറക്റ്റഡ് ഫോക്കസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഡയറക്റ്റഡ് ഫോക്കസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾക്ക് അതിന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. ഇത് നമുക്ക് സ്റ്റഡീസിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ബാക്കി എല്ലാ കാര്യത്തിലും കിട്ടുന്നുണ്ട്, ഇത് സ്റ്റഡീസിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓൾ സെറ്റ്. പക്ഷെ നമുക്കുള്ള ഫോക്കസ് പഠനത്തിൻ്റെ സമയത്ത് ഏതാണ്? സ്കാറ്റേർഡ് ഫോക്കസ് ആണ്. അതായത് പഠിക്കാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും, അപ്പോഴായിരിക്കും നമ്മുടെ ഫോണിനകത്തൊരു ലൈറ്റ് അല്ല എന്തോ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ടിങ് എന്ന് പറഞ്ഞൊരു സൗണ്ട്. അപ്പം നമുക്കൊരു ടെൻഡൻസി എന്തായിരിക്കും ആ മെസ്സേജ് അല്ലേ, എന്തായിരിക്കും ആ നോട്ടിഫിക്കേഷൻ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ വിളിക്കുന്നത്, അതേ ഭക്ഷണം ആയിട്ടുണ്ടേ, നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ വന്നു എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഇതുവരെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവില്ല, ഓ ഭക്ഷണം ആയില്ലേ, അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും തൊട്ടടുത്ത റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ TV-യിൽ നല്ലൊരു അടിപൊളി പാട്ട്, അത് ഏതായിരുന്നു ആ പാട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ പാട്ടിനനുസരിച്ച് ഇങ്ങനെ താളം കൊട്ടാൻ തുടങ്ങും അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചുറ്റുപാടിലേക്ക് നമ്മുടെ ഫോക്കസ് സ്കാറ്റേർഡ് ആയി പോവാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഡയറക്റ്റഡ് ഫോക്കസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഡയറക്റ്റഡ് ഫോക്കസ് നമ്മുടെ പഠനത്തിൽ കിട്ടാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്പർ 1. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ ഫോണ് ഈ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ വെക്കരുത്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഫോണിലൂടെ, ഇപ്പോൾ നമ്മുടെ ബാച്ചിലുള്ള മക്കളൊക്കെ ആണെങ്കിൽ ലൈവ് ക്ലാസ്സും അതല്ലാത്ത ക്ലാസ്സുകളും വർക്ക്ഷീറ്റും ഒക്കെ ചെയ്തത് ഏതിലായിരിക്കും? നമ്മുടെ ഫോണിലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഡിസേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ആ ഒരു ഫോണിൽ ആ കാര്യം ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പഠിക്കാനിരിക്കുക. ഫോണിലൂടെയാണ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണ്, നോട്ട് നോക്കിയാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് മാറ്റി വെക്കാം. ഓക്കെ, അതേപോലെ തന്നെ അമ്മേനോട് അച്ഛനോടൊക്കെ പഠിക്കാൻ പോകുമ്പോൾ പറയാം, അമ്മ അച്ഛ ഇപ്പം എന്നെ കുറച്ച് നേരം വിളിക്കരുത്, ഞാൻ പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇനിയിപ്പോൾ തൊട്ടടുത്ത റൂമിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂസിക് ഒക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റൂം ക്ലോസ് ചെയ്തിട്ട് പഠിക്കാം.
ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ അവരോട് പറയാം ഞാൻ പഠിക്കുന്നുണ്ട്, കുറച്ച് സൗണ്ട് കുറച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാട്ട് വെക്കാം. ഓക്കെ. ഇനി അതല്ല, നമ്മുടെ റൂമിൽ തന്നെ നമ്മുടെ സ്റ്റഡി ടേബിളിൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വെക്കാതിരിക്കുക. അതായത് ചിലപ്പോൾ അവിടെ എന്തുണ്ടാകും, എന്തെങ്കിലും പേപ്പറൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഫോട്ടോ എപ്പോൾ എടുത്തതായിരുന്നു, അല്ലെങ്കിൽ ആ ഫോട്ടോ എടുത്ത സമയത്തുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഓർമ്മ വരും. അങ്ങനെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് മാറ്റിയതിന് ശേഷം നിങ്ങളെ പ്രോപ്പറായിട്ട് എന്തിലേക്ക്, നിങ്ങളുടെ പഠനത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മുന്നിൽ വെക്കാം. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി, നമ്മുടെ മനസ്സും ശരീരവും നമ്മൾക്ക് ഒന്നിലേക്ക് എന്തിനായിരിക്കണം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം, പ്രത്യേകിച്ച് പഠനം പോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബോഡി ഹെൽത്തി ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ഒത്തിരി ഫാറ്റി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് മോശമാവുന്നുണ്ടെങ്കിൽ അതെന്താവും, നമ്മുടെ ഫോക്കസ് നമുക്ക് കിട്ടില്ല. കാരണം ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ക്ഷീണം വരാൻ വേണ്ടി തുടങ്ങും. പിന്നെ ഹോർമോൺ വൈസ് നിങ്ങളുടെ ബോഡി ഹെൽത്തി ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഇല്ല, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇല്ല, വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഇല്ല, നിങ്ങളുടെ ന്യൂട്രിയൻസും കാര്യങ്ങളും പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അത് കാരണമുള്ള ഫോക്കസ് നഷ്ടപ്പെടൽ ഒഴിവാക്കാൻ പറ്റും. മൂന്നാമതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നുണ്ടോ നിങ്ങൾ എൻഷുർ ചെയ്യുക. പ്രോപ്പർ സ്ലീപ്പ് ഇല്ലെങ്കിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയമാണ്, നിങ്ങൾ നല്ല ആക്റ്റീവായിട്ട് പഠിക്കേണ്ട, എൻജോയ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു 6 to 7 hours സ്ലീപ്പ് നിർബന്ധമാണ്. അത് കിട്ടുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് നല്ലപോലെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ബോഡീനെ ഹെൽത്തി ആക്കി നിർത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഫോക്കസ് കൂട്ടാൻ പറ്റുന്ന നിങ്ങൾക്ക് എക്സസൈസുകൾ, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അപ്പം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അയ്യോ വേറെന്തോ സംഭവമാണെന്നൊന്നും കരുതണ്ട, പലതരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു നല്ല സമാധാനമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇരുന്നിട്ട്, ഓക്കെ, നല്ലപോലെ റിലാക്സ് ചെയ്തിരുന്നിട്ട് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക, കണ്ണടച്ചതിന് ശേഷം നിങ്ങളുടെ ബ്രീത്തിങ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ശ്രദ്ധിക്കുക. അങ്ങനെ കുറച്ച് നേരം നിങ്ങൾ ഇരിക്കുന്നത് ഒരു മെഡിറ്റേഷനാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ യോഗ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് നേരം ഒന്ന് നടന്നു വന്നു കഴിഞ്ഞാൽ മതി. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ബോഡീനെ ഹെൽത്തി ആക്കുന്ന കാര്യങ്ങൾ, എക്സസൈസിൽ നിങ്ങൾ ഇൻവോൾവ് ആവാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ബോഡി ഹെൽത്തി ആണെങ്കിൽ ആ ഒരു 50% നമുക്ക് ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് എൻ്റെ കുട്ടികളെല്ലാവരും ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. പ്രോപ്പർ ഭക്ഷണം, ന്യൂട്രിയൻസ്, വെള്ളം, ഉറക്കം, എക്സസൈസ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാം. ദെൻ നമ്മൾക്ക് ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, അത് മിസ് പറഞ്ഞു, അതൊരു സ്കില്ലാണ്. എല്ലാവർക്കും ജനിക്കുമ്പോൾ തന്നെ അല്ലെ, കുറച്ച് ആൾക്കാർ അവർ നല്ലോണം പഠിക്കുന്നുണ്ട്, കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് അവരെല്ലാം പഠിച്ചു കഴിയും, എനിക്ക് മണിക്കൂറുകളോളം ഇരുന്നിട്ടൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, അവരൊക്കെ എന്ത് ഭാഗ്യവാൻ, അവർ ജനിക്കുമ്പോൾ തന്നെ ഫോക്കസ് ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക. അതായത് ആരും തന്നെ ജനിക്കുമ്പോൾ തന്നെ ഫോക്കസോട് കൂടിയിട്ട് ജനിക്കുന്നില്ല. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ്. ഓക്കെ. അതിനാണ് മിസ് പറഞ്ഞ ഈ മെഡിറ്റേഷനൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോൺസെൻട്രേഷൻ്റെ ആ ഒരു അളവ് നമുക്ക് കൂട്ടാം. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ആ ഒരു അവസ്ഥ, നമ്മൾ കുറേ സമയം സോഷ്യൽ മീഡിയയിലാണ്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലെ റീൽസാണ്. അപ്പോൾ റീൽസ് നിങ്ങൾ ഏകദേശം എത്ര മിനിറ്റ് കാണാറുണ്ട്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണെങ്കിൽ 1 മിനിറ്റൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാണും, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം നമ്മൾക്ക് ഒരു റീലിലെ ഒരു 15 seconds പോലും നമുക്ക് കുറച്ച് നേരം കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളുടെ അത്രയും അറ്റൻഷൻ സ്പാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് അത്രയും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇങ്ങനെ നമ്മൾ ടൈം കുറയ്ക്കുന്ന, നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ കുറയ്ക്കണം. ഓക്കെ. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന മെഡിറ്റേഷനോ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങളൊരു 10 മിനിറ്റ് കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 10 മിനിറ്റ് ഞാൻ ഫോണൊന്നും ഉപയോഗിക്കില്ല, ഞാൻ എൻ്റെ ഈ പഠനത്തിൽ മാത്രം, അല്ലെങ്കിൽ ഈ ബുക്ക് വായിക്കുന്നതിൽ മാത്രം, ഈ ടോപ്പിക്ക് പഠിക്കുന്നതിൽ മാത്രം ഞാൻ ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും നിങ്ങളൊരു 10 മിനിറ്റ് വെച്ച് കൂട്ടി നോക്കുക. അങ്ങനെ നമുക്ക് അരമണിക്കൂറിലെത്തിക്കാം, 1 മണിക്കൂറിലെത്തിക്കാം, അങ്ങനെ നമുക്കിത് കൂട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ഒരിക്കലും എൻ്റെ കുട്ടികളെ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു അനുഗ്രഹമായിട്ട് എല്ലാവർക്കും കിട്ടുന്നതാണ്, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് അത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പല്ല് തേക്കാൻ അറിയായിരുന്നോ? ഇല്ല. അപ്പോൾ നമ്മളോട് അമ്മ പറഞ്ഞ എല്ലാ ദിവസവും നമ്മളിങ്ങനെ പല്ല് തേപ്പിച്ച് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പല്ല് തേക്കും അല്ല, അതൊരു ഹാബിറ്റായിട്ട് മാറി. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഒരു കുറച്ച് സമയം ഞാൻ ഫോൺ ഉപയോഗിക്കില്ല, ഞാൻ ഈ സമയം എന്തായാലും പഠിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഓക്കെ. അത് നിങ്ങൾ ആ സമയത്ത് ഫോൺ തീരെ ഉപയോഗിക്കാതെ നോക്കൂ. അപ്പോൾ ആ സമയമാകുമ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഓട്ടോമാറ്റിക്കലി പല്ല് തേക്കാൻ തോന്നുന്നത് പോലെ ആ ഒരു സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു തോന്നൽ വരും.
ഓക്കെ, നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ ഒരു ടെൻഡൻസി ഇല്ലേ? അത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾക്കിപ്പോൾ ഒരു ഹാബിറ്റായിട്ട് മാറി, നിങ്ങൾ അതാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഫോണിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടോ, എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് നമുക്കൊരു ടെൻഡൻസി വരാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതേ ടെൻഡൻസിനെ നമ്മുടെ പഠനത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, പിന്നെ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഠിക്കാനിരിക്കുമ്പോൾ ഒരു ലോങ് സ്ട്രെച്ച് ഇരുന്ന് പഠിക്കരുത്. അതായത് ഞാനിന്ന് ആ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും, അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഫോക്കസ് കിട്ടില്ല. അതായത് ഒരു സാധാരണ നമ്മുടെ മനുഷ്യന്മാരുടെ നോർമൽ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഒരു 25 മിനിറ്റ്സ് ആണ്. അത് നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 45 മിനിറ്റ്സിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പം ഒരു 25 മിനിറ്റ്സ് നിങ്ങളൊരു കണ്ടിന്യൂസ് സ്ട്രെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. ഓക്കെ, 5 മിനിറ്റ് എന്ത് ചെയ്യണം? ബ്രേക്ക് എടുക്കണം. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് 25 മിനിറ്റ്സ് പഠിക്കാം. ദെൻ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 25 മിനിറ്റ്സായി വേഗം ബ്രേക്ക് എടുക്കാം, അങ്ങനെയല്ല. ഒരു മിനിമം ടൈം നിങ്ങൾക്ക് തോന്നുകയാണ്, ഓ ഈ ടോപ്പിക്ക് പഠിച്ചു, ഞാൻ ഇത്രയും നേരം ഇരുന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുമ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ബ്രേക്ക് നിങ്ങളുടെ ബ്രെയിനിനെ എന്ത് ചെയ്യണം? സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ബ്രേക്ക് ആവരുത്, അൺസ്റ്റിമുലേറ്റ് ചെയ്യുന്ന ബ്രേക്ക് ആയിരിക്കണം. അതായത് ഇപ്പം മിസ് നിങ്ങളോട് പറയാണ്, നിങ്ങളൊരു റൗണ്ട് ഓടി വന്നു, ഒരു റൗണ്ട് കൂടെ പോയി ഓടി വാ എന്ന് പറഞ്ഞാലോ പറ്റില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ പറയുക? മിസ് ഞാൻ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് ഞാൻ ഓടാം. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഏതായാലും 5 മിനിറ്റ് റെസ്റ്റ് എടുക്കല്ലേ, കുറച്ച് ചാടി കളിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? മിസ് ചാടി കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് അല്ലേ, അത് ബ്രേക്ക് ആവില്ലല്ലോ എന്ന് നിങ്ങൾ പറയും അല്ലേ? അതേ കാര്യമാണ് നിങ്ങൾ ഈ 25 മിനിറ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾ 5 മിനിറ്റ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഈ 25 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ? പിന്നെ നിങ്ങൾ 5 മിനിറ്റ് ഫോൺ നോക്കുമ്പോൾ എന്താ ചെയ്യണത്? വീണ്ടും സ്റ്റിമുലേഷനാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി ബ്രേക്ക് എന്ന് പറയുന്ന കാര്യം സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് ബോഡി ഇരുന്നിടത്തൊന്ന് എഴുന്നേറ്റൊന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്യുക, കുറച്ചൊന്ന് വെള്ളം കുടിക്കുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നൊന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് കാമായിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാം. ഇങ്ങനെ ഒരു 3 സൈക്കിൾ, 25 മിനിറ്റ്സ് 5 മിനിറ്റ് ബ്രേക്ക്, 25 മിനിറ്റ്സ് 5 മിനിറ്റ് ബ്രേക്ക്, 25 മിനിറ്റ്സ് 5 മിനിറ്റ് ബ്രേക്ക്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോങ് ബ്രേക്ക് എടുക്കാം. അതും വീണ്ടും നിങ്ങൾക്ക് എന്തിനുള്ള സമയമല്ല, ഫോൺ യൂസ് ചെയ്യാനുള്ള ടൈമല്ല, ആ സമയം എഫക്റ്റീവായിട്ട് നമ്മുടെ ബ്രെയിനെ അൺസ്റ്റിമുലേറ്റ് ചെയ്യേണ്ട സമയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പവർ നാപ്പ് എടുക്കാം, 20 മിനിറ്റ്സ് അലാം വെച്ച് ഉറങ്ങാം. ഓക്കെ, അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ആരാണോ ഉള്ളത് അവരോട് പറയാം, എന്നെ ഇത്ര സമയം കഴിഞ്ഞാൽ വിളിക്കണം. മിസ് അങ്ങനത്തെ ഒരാളാണ്, ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ഥലകാല ബോധം ഇല്ലാതെ ഉറങ്ങും. അപ്പം ഞാൻ 2 കാര്യങ്ങൾ ചെയ്യും, അലാം വെക്കും, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അലാം വെക്കും, അല്ലെങ്കിൽ അവിടെ ആരാണ് എൻ്റെ കൂടെ ഉള്ളത് അവരോട് പറയും ഇത്ര സമയം കഴിഞ്ഞാൽ എന്നെ വിളിക്കണം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ചെയ്തു നോക്കുക, ഭയങ്കര വ്യത്യാസമായിരിക്കും. ഈ കാര്യമാണ് നമ്മൾ പറയാറുണ്ട്, രാവിലെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും, നിങ്ങളുടെ ബ്രെയിനിൽ അപ്പോൾ തന്നെ എല്ലാം കയറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം നമ്മളായിട്ടൊരു സ്റ്റിമുലേഷനും ബ്രെയിന് കൊടുത്തിട്ടില്ല, നമ്മൾ ഉറങ്ങുമായിരുന്നു, നമ്മുടെ ബ്രെയിൻ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഫ്രഷ് സ്റ്റിമുലസ് ആണ് കൊടുക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തലയിൽ കയറും. ഇതേ സെയിം കാര്യമാണ് നിങ്ങൾ ബ്രേക്ക് എടുക്കുമ്പോഴും ചെയ്യേണ്ടത്. ഓക്കെ, ഈ രീതിയിൽ എൻ്റെ കുട്ടികൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പം മിസ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് താനേ ഫോക്കസ് കിട്ടും. ഓക്കെ, നന്നായിട്ട് പഠിക്കാനും പറ്റും. വെരി ബെസ്റ്റ്.